ലൈം ജ്യൂസ് സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കൂൾ ബാർ എന്നൊക്കെ കിട്ടുന്ന ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടാറില്ല. കൂൾ ബാർ സ്റ്റൈൽ ലൈം ജ്യൂസിൻ്റെ ആ രുചി രഹസ്യം എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂൾ ബാർ എന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ആർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് ഒന്ന് സോക്ക് ചെയ്യണം. ഞാൻ 4 ചെറിയ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. ഇതിലേക്കിനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് സമയം സോക്ക് ചെയ്ത് വെക്കുക. അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് മെയിനായിട്ട് ലൈമിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലേവറും കിട്ടും. കൂൾ ബാർ സ്റ്റൈലുള്ള കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ലൈം ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയ സൈസുള്ള ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസുള്ളതാണെങ്കിൽ 2 വേണ്ടി വരും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 4 പീസുകളാക്കിയാൽ മതി. ഒരുപാട് ചെറുതാക്കരുത്. ഇതിൻ്റെ കുരു ഇതുപോലെ കളയാൻ പറ്റിയാൽ നല്ലതാണ്. അടിഞ്ഞു പോയി കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് 1/2 ഇഞ്ച് നീളത്തിലുള്ള വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട്. ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇഞ്ചി കൂടി പോകാതെ ശ്രദ്ധിക്കുക, ലൈമിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് കറക്റ്റ് 1/2 ടേബിൾ സ്പൂൺ അളവിൽ അളന്നെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ സോക്ക് ചെയ്ത വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 കപ്പ് അഥവാ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്കിനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങളടുത്ത് ഐസ് ക്യൂബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പഞ്ചസാരയെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. മധുരം അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ലൈമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 5-6 മാത്രം ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നാരങ്ങയും കൂടി ചേർത്ത് മിക്സിയുടെ പൾസ് ബട്ടൺ അഥവാ ബാക്ക് സ്പീഡ് യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ 4-5 തവണ മാത്രം നിർത്തി അടിച്ചെടുക്കണം. മിക്സി 1-2 ഇട്ട് തുടർച്ചയായിട്ട് അടിക്കരുത്. നാരങ്ങയുടെ തൊലി അടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. തൊലി അടിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. നാരങ്ങ ഇതുപോലെ തൊലിയോട് കൂടി അടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് കൂൾ ബാർ എന്നൊക്കെ കിട്ടുന്ന ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഒരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. നാരങ്ങയുടെ തൊലിയൊന്നും അടിഞ്ഞു പോയിട്ടില്ല. ഈ സമയത്ത് ശരിക്ക് അടിയാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയ പാടെ തന്നെ പെട്ടെന്ന് കുടിക്കണം. വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് നാരങ്ങ വെച്ചുള്ള ജ്യൂസുകളൊക്കെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യണം. മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ചൂടിന് പറ്റിയ വളരെ ചിലവ് കുറഞ്ഞ നല്ലൊരു ഡ്രിങ്കാണിത്. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത കൂൾ ബാർ സ്റ്റൈലിലുള്ള അവിൽ മിൽക്കിൻ്റെ വീഡിയോ ആണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.